ഗുഡ് ബാഡ് അഗ്ലി കഥ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ സ്റ്റോറി തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ജയിൽ സീനാണ്. ജയിലിൽ ഒരു വില്ലൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മൂപ്പര് കുറേ പോലീസുകാരെ സ്വാധീനിച്ചിട്ടുണ്ട്. വേറെ കുറേ പേരെ സൂപ്പിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് മയക്കി കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരൻ മൂപ്പർക്ക് ഒരു ചപ്പാത്തി കൊണ്ട് കൊടുക്കണം. ആ ചപ്പാത്തി കീറിക്കുമ്പോൾ അതിലൊരു കാർഡുണ്ട്. അത് ആ സെല്ല് തുറക്കാനുള്ള കാർഡാണ്. അങ്ങനെ സെല്ല് തുറന്ന് പുറത്തിറങ്ങുന്നു. മൂപ്പര് മാത്രമല്ല, മൂപ്പരുടെ അടുത്തുള്ള എല്ലാ സെല്ലും തുറന്നു വിടുന്നു. അങ്ങനെ കുറേ ജയിൽ പുള്ളി, ഒരു 10-100 ജയിൽ പുള്ളികളും കൂടെ ഇങ്ങനെ ഒരു വരാന്തയിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വരാന്തയുടെ അറ്റത്ത് ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പൊക്കുമ്പോൾ അപ്പുറത്ത് ആരോ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടില്ല. അങ്ങനെ ആ ഷട്ടർ കുത്തിപ്പൊളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിയൊരു ലാത്തി കൊണ്ടൊരു ഇരുമ്പിൻ്റെ ലാത്തി കൊണ്ട് ആ ഷട്ടറിൽ കുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഓട്ട മാത്രമാണ്, ഒരു 1 റുപ്പി കോയിൻ്റെ അത്രയുള്ളൊരു ഓട്ട. ആ ഓട്ടയിൽ കൂടെ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ട്, നമ്മുടെ തലയുടെ കണ്ണ്. അങ്ങനെ ആ ഷട്ടർ പൊക്കുമ്പോൾ ആ ഷട്ടർ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച്, തലയുടെ നെഞ്ചിൻ്റെ, അജിത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് സ്ട്രക്കാകുന്നു. തല കാണുന്നില്ല. അപ്പോൾ എങ്കടാ തലയെ കാണുമെന്നൊക്കെ പറയുന്നത് വില്ലൻ. എന്ന് വെച്ചാൽ അതൊരു വൻ ഹൈപ്പുള്ള സീനുകളാണ്. തലയെ കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഡയലോഗാണ് തലയുടെ സിനിമയിൽ അല്ലേ. അപ്പോൾ അങ്ങനെ തലയുടെ ഇൻട്രോ, മൂപ്പര് പോലീസ് വേഷത്തിലാണ് വില്ലന്മാരൊക്കെ ഈ ജയിലിൽ രക്ഷപ്പെടാൻ നോക്കിയ എല്ലാവരെയും ഓടിച്ച് ഫൈറ്റ് ചെയ്ത് സെല്ലിലേക്ക് കയറ്റുന്നു. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് മൂപ്പര് പോലീസല്ല, മൂപ്പരും അവിടുത്തെ അന്തേവാസി തന്നെയാണ്, ജയിൽ പുള്ളി തന്നെയാണ്. പക്ഷേ പോലീസുകാർക്ക് ജയിൽ വാർഡനൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. 10-17 കൊല്ലമായിട്ട് മൂപ്പര് ജയിലിലുണ്ട്. അപ്പോൾ മൂപ്പര് എങ്ങനെയാണ് ജയിലിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര് വലിയൊരു ഗാങ്സ്റ്ററാണ്. വലിയ ഗാങ്സ്റ്റർ പറഞ്ഞ് ഇൻ്റർനാഷണൽ ഡോണുകൾക്കൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോയി രക്ഷപ്പെടുത്തുന്ന ആളാണ് അജിത്ത്. ജോൺ വിക്ക്, ഡോൺലി, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു കാർട്ടൂണായിട്ട്. അവർക്കൊക്കെ പ്രശ്നം വരുമ്പോൾ പോയി രക്ഷപ്പെടുത്തുന്ന അത്രയും ഹൈ പവറുള്ള, ഹൈ വോൾട്ടേജുള്ള ഒരു ഗാങ്സ്റ്റർ. അങ്ങനെ ഗാങ്സ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. തൃഷയാണ് ഭാര്യ. അപ്പോൾ ആശുപത്രിയിൽ കുഞ്ഞ് ജനിച്ച് കിടക്കുന്ന സമയത്ത് മൂപ്പർ കാണാൻ പോകുന്നത് ഈ കയ്യിലിടുന്ന പഞ്ച്, ചോരയൊലിക്കുന്ന പഞ്ചും കൊണ്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ തൃഷ അവിടുന്ന് വഴക്ക് ഇട്ട്, എൻ്റെ കുട്ടിനെ കാണണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട, ഗാങ്സ്റ്ററാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിൽ, നിങ്ങളിതൊക്കെ മാറ്റി വെച്ചിട്ട് വരികയാണെങ്കിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അജിത്തിനെ ആട്ടി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പഞ്ച് കുട്ടിയുടെ നെഞ്ചത്ത് വെച്ചിട്ട് മൂപ്പര് 18 വർഷം കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മോൻ്റെ അടുത്ത്, ജനിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഗാങ്സ്റ്റർ വേഷം വേണ്ട, നമ്മൾ സമാധാനപൂർവ്വം ജീവിക്കുക, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് മൂപ്പര് പോയി സറണ്ടറായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. അങ്ങനെ 18 വർഷമായി. മോൻ 18ാമത്തെ വയസ്സിൽ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പിറന്നാളിലും മോൻ അച്ഛന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കും. അച്ഛൻ വരാറില്ല. അച്ഛൻ ബിസിനസ്സിന് എവിടെയോ പുറം രാജ്യത്താണ്, അതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ നാളെ വരും, മറ്റന്നാൾ വരും, പിറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തൃഷയും മുത്തച്ഛനായിട്ടുള്ള പ്രഭു ഒക്കെ പറഞ്ഞ് പറ്റിച്ച് മകനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും ഈ മകൻ, അച്ഛന് വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മൂപ്പര് അവിടെ ജയിലിൽ തന്നെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫോറിൻ സെറ്റപ്പൊക്കെ. അപ്പോൾ പുറത്തെവിടെയോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ. അപ്പോൾ പോലീസുകാർക്ക് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയ കാരണം അതൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പര് മകൻ്റെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ ഉടനെ വരാമെന്നൊക്കെ പറയും. അപ്പോൾ ഇല്ല, അച്ഛൻ വരില്ല, പറ്റിക്കാണ്, ഈ പിറന്നാളിന് വന്നില്ലെങ്കിൽ ഇനി വരികയേ വേണ്ട, എന്നെ കാണുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ ദേഷ്യപ്പെട്ടു വയ്ക്കും. മകൻ എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം അഭിനയിച്ചില്ലേ എമ്പുരാനിൽ, ആ പയ്യനാണ്. ദേവയോ അങ്ങനെ എന്തോ പേരല്ലേ, വരദയുടെ ചെറുപ്പകാലം അഭിനയിച്ച ആൾ. അങ്ങനെ മൂപ്പര് ദേഷ്യപ്പെട്ട് വെച്ചപ്പോൾ, സങ്കടപ്പെട്ട് വെച്ചപ്പോൾ അജിത്തിന് വല്ലാത്ത വിഷമാവും. അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വഴിയുണ്ടോ എന്നുള്ള വാർഡനായിട്ടൊക്കെ സംസാരിക്കും. അങ്ങനെ വാർഡൻ ഹയർ ഒഫീഷ്യലുകളിലൊക്കെ ബന്ധപ്പെട്ട് മൂപ്പർക്ക് ശിക്ഷ ഇളവ് കൊടുത്ത്
പുറത്തിറക്കുകയാണ്. അങ്ങനെ പുറത്ത് വരുന്നു, ജയിലിൽ നിന്ന് പുറത്ത് വരുന്നു. അങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് മൂപ്പര് കാത്തിരിക്കുന്നത് ഒരു വൻ ട്വിസ്റ്റാണ്. ഇയാൾ പുറത്ത് വരുന്ന സമയത്ത് മകൻ ഡ്രഗ് കേസിൽ അകത്ത് പോകണം. ഡ്രഗ് കേസ് മാത്രമല്ല, ഒരു കൊലപാതകം കൂടെ, അവൻ്റെ കാമുകിയെ കൊന്നു എന്നുള്ള കേസും കൂടെ അയാളുടെ തലയ്ക്ക് വരുന്നു. അത് വല്ലാത്ത ഷോക്കായി. മൂപ്പറിൻ്റെ പഴയ ആളുകൾ റിവെഞ്ച് എടുത്താണ് എന്നുള്ള വിശ്വാസത്തിൽ ആ പഴയ ടീംസിനെയൊക്കെ ഇങ്ങനെ തേടി പോകണം. അപ്പോൾ അവരെല്ലാം അടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആരും അറിയില്ല, ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ എന്താണ് സംഭവിച്ചത് നോക്കുമ്പോൾ തൃഷയായിട്ട് ഒരു വില്ലൻ ഒരു ക്ലാഷ് വയ്ക്കുന്നുണ്ട്. വില്ലൻ എന്ന് പറഞ്ഞാൽ അർജുൻ ദാസ്, നമ്മുടെ കൈദിയിലേക്കുള്ള അർജുൻ ദാസ്, LCയിലുള്ള അർജുൻ ദാസാണ് വില്ലൻ. അയാൾ ഒരു 18 വയസ്സാകാൻ 3 ദിവസം ബാക്കിയുള്ള സമയത്ത് ഇതുപോലെ ഒരു കേസിൽ പെട്ടിട്ട് തൃഷയുടെ അടുത്ത് പോകുന്നുണ്ട്. തൃഷ സ്പെയിനിലെ എംബസിയിൽ, ഈ സ്പെയിനിലാണ് ഈ കഥകളൊക്കെ നടക്കുന്നത്. സ്പെയിനിലാണ് ഈ ചെക്കൻ പഠിക്കുന്നതും തൃഷ ജോലി ചെയ്യുന്നതും താമസിക്കുന്നതൊക്കെ അവിടെയാണ്, സ്പെയിനിലാണ്. പ്രഭു അവിടുത്തെ പോലീസിലോ മറ്റോ ആണ് തോന്നുന്നു, അങ്ങനെ ഉള്ള യൂണിഫോമിലാണ് കാണുന്നത്. അപ്പോൾ തൃഷയുടെ അടുത്ത് ഈ 18 വയസ്സാകാൻ 3 ദിവസമുള്ള അർജുൻ ദാസ് വന്ന് പെടുകയും അയാൾ ചെയ്ത കുറ്റങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നു. അപ്പോൾ തൃഷ അതൊക്കെ ഒരു കള്ള ക്യാമറ വെച്ച് പിടിച്ചെടുത്തിട്ട്, ഇവൻ ഇത്ര വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇവന് ഈ ജുവനൈൽ ജസ്റ്റിസ് പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ വൈകിപ്പിച്ചിട്ട് 18 വയസ്സ് തികഞ്ഞ ശേഷം ഇവനെ കോടതി കൊണ്ട് ഹാജരാക്കി വലിയവർക്ക് കിട്ടുന്ന ശിക്ഷ കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയ്ക്കാണ് അർജുൻ ദാസ് മകനെ കുരുക്കിയിട്ടുള്ളത്. അപ്പോൾ അജിത്ത് അന്വേഷിച്ച് അത് കണ്ടെത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കഥാപാത്രങ്ങളുണ്ട്. അജിത്തിൻ്റെ വലം കൈ ഇടം കൈയൊക്കെ ആയിട്ട് സുനിലും പ്രസന്നയൊക്കെ ഉണ്ട്. പിന്നെ കുറേ കഥാപാത്രങ്ങൾ എൻട്രി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർപ്രൈസ് എൻട്രികളൊക്കെ ഉണ്ട്. അർജുൻ ദാസിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അർജുൻ ദാസിനെ ഫോളോ ചെയ്യുന്നു, പിടിക്കുന്നു. എന്തായി അവസാനം, എങ്ങനെയാണ് മകനെ രക്ഷിച്ചത്, മകൻ കൊല ചെയ്തിട്ടുണ്ടോ, ഡ്രഗ് കേസിൽ ശരിക്കും അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വില്ലനെ ലോക്ക് ചെയ്യുന്നതാണ് കഥ. അതിൽ കൊണ്ടമാനം മസാലകളെല്ലാം പുരട്ടി കയറ്റിയിട്ടുള്ള ഒരു പക്ക മാസ് സിനിമൻ്റെ അപ്പുറത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലയൊക്കെ വീട്ടി വെച്ചിട്ട്, തലയും കിഡ്നിയും ഹാർട്ടൊക്കെ വീട്ടി വെച്ചിട്ട് പോയി കാണുന്നവർക്ക് ഇത് ആസ്വദിക്കാം.